യെസ് മക്കളെ, വെൽക്കം ബാക്ക്. 7ാം ക്ലാസ്സിലെ ഓണപരീക്ഷയ്ക്ക് മുന്നേ ഉള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു പോകാൻ പോവാണ്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാം ചാപ്റ്ററായ ഹുദ്സെ പ്യാർ എന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടോ. യെസ്, അപ്പൊ നോക്കുക. അപ്പൊ ഏതൊരു കവിതയാണല്ലേ, അപ്പൊ ഏതൊരു കവിത പഠിക്കുമ്പോഴും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാല് ആ കവിതയുടെ ആസ്വാദന ടിപ്പണി കേട്ടോ. അപ്പൊ കവിതയുടെ ആശയം എഴുതാനും പറയും, അല്ലെങ്കിൽ ആസ്വാദന ടിപ്പണി എഴുതാനും പറയും കേട്ടോ. അപ്പൊ 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ആ കവിതയുടെ ആസ്വാദന ടിപ്പണി ഒന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. ഹുസ്സെ പ്യാർ കവിത ശ്രീ ശോഭനാഥ് യാദവ് കി സുന്ദർ കവിതായ. ഹുസ്സെ പ്യാർ എന്നുള്ള കവിത ശ്രീ ശോഭനാഥ് യാദവിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവിതയാണ്. ഇസ്മേം പ്യാർ കി മഹത്വ കാ വർണ്ണൻ ഹെ. ഈ ഒരു കവിതയില് സ്നേഹം എന്നതിന്റെ മഹത്വത്തെ, ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടുള്ള വർണ്ണനയാണ് ഉള്ളത്. കവി ചാഹता है सूरज अपनी ऊर्जा को प्यार करे और संसार को ऊर्जा प्रदान करे. കവി ആഗ്രഹിക്കുന്ന എന്താണ്? സൂര്യൻ തന്റെ ഊർജത്തെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ അവൻ സ്നേഹിക്കുന്ന ഊർജത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ്, പേട് अपने प्यारे फूलों को बड़े प्यार से दुनिया को देते. നമ്മുടെ മരം, പേട് എന്ന് പറഞ്ഞാൽ മരം, താൻ ഒരുപാട് സ്നേഹിക്കുന്ന പൂക്കളെ അവൻ സ്വയം സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ അതിനെ ആർക്ക് കൊടുക്കുന്നു? ലോകത്തിന് വേണ്ടി തരുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന അവിടെ ബാദലാണ്. ബാദൽ അപ്നെ ജൽ കോ പ്യാർ കർത്താ ഹൈ. മേഘം അതിനുള്ളിലെ വെള്ളത്തെ ഒരുപാട് സ്നേഹിക്കുന്നു. അതുപോലെ വഹ് ജൽ സംസാർ കോ ദേത്തെ, നമ്മുടെ ഭൂമിക്ക് അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി ബാദൽ വെള്ളം തരുകയും ചെയ്യുന്നുണ്ട്. ഹം ബി ഖുദ് സേ പ്യാർ കർനാ ഹൈ. അപ്പോ എല്ലാവരും സ്വയം സ്നേഹിക്കുന്ന പോലെ, സൂര്യൻ സ്വന്തം ഊർജ്ജത്തെ സ്നേഹിക്കുന്ന പോലെ, ബാദൽ പാനിയെ സ്നേഹിക്കുന്ന പോലെ, പേട് അതിന്റെ ഫൂലിനെ സ്നേഹിക്കുന്ന പോലെ, മനുഷ്യൻ അവനവൻ തന്നെ സ്നേഹിക്കുന്നതാണ്. ഹം ബി ഖുദ് സേ പ്യാർ കർനാ ഹൈ, നമ്മള് സ്വയം സ്നേഹിക്കേണ്ടതുണ്ട്. ഫിർ അപ്നാ പ്യാർ ദൂസറോ കോ ഭി ദേനാ ഹൈ, നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്കും കൊടുക്കേണ്ടതുണ്ട്. പ്രകൃതിക്ക് തര സബ്കോ പ്യാർ ദേനെ കി പ്രേരണ ഹിസ് കവിത സേ മിൽത്തി ഹൈ. പ്രകൃതിയെ പോലെ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കണം എന്നുള്ളൊരു മെസ്സേജ് ആണ് നമുക്ക് ഈ ഒരു കവിതയുടെ കവിത കേട്ടോ. അപ്പൊ മക്കളെ, ഈ ഒരു കവിതയുടെ ഈ ഒരു ആസ്വാദന പിന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് സാറ് ചോദിച്ചിട്ടുണ്ട്. ഹുസ്സെ പ്യാർ കിസ് തരക്ക് രചന. ഹുസ്സെ പ്യാർ എന്നുള്ളത് ഏത് ശൈലിയിലുള്ള രചനയാണ്? കഥയാണോ കവിതയാണോ എന്നുള്ളേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് ചോദിക്കാൻ പോവാണ്, കവിതയാണ് കേട്ടോ. ദെൻ ഹുസ്സെ പ്യാർ കിസ്ക രചന. ആരാണ് ഇതിന്റെ ഓതർ അല്ലെ? ശ്രീ ശോഭനാഥ് യാദവ് കി രചന. ശ്രീ ശോഭനാഥ് യാദവിന്റെ കവിതയാണ് ഹുസ്സെ പ്യാർ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൂടിയാണ്. അപ്പൊ നമുക്ക് ജോഡിയും അവര് വാക്കിലികയും, അപ്പൊ ചേർത്ത് വാക്യങ്ങളാക്കി എഴുതാനാണ്. ഓൾറെഡി അതിനകത്ത് തന്നെ ആൻസർ ഉണ്ട് അല്ലെ, സിമ്പിൾ ആണ്. അപ്പൊ ആദ്യത്തെ ആള് സൂരജ് ആണ്. അപ്പൊ സൂരജ് നമുക്ക് നോക്കാം. യെസ്, സൂരജ് ദുനിയാക്കു ഊർജ ദേത്തായ. സൂര്യൻ ലോകത്തിന് ഊർജം നൽകുന്നു. ഓക്കെ, സെക്കൻഡ് വൺ നോക്കാം. പേട് ദുനിയാക്കു പാനി ദേത്തായ. ദെൻ നോക്കാം ലാസ്റ്റ് വൺ, ബാദൽ ദുനിയാക്കു ഫൂൽ ദേത്തായ. മക്കളെ, ഇത് എങ്ങനെയും വേണമെങ്കിൽ വരാം. ഇത് വേണമെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് എന്നിട്ട് ഫില്ല് ചെയ്യാൻ വേണമെങ്കിൽ വരാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു താളിക്ക് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഓരോ പോയിന്റ്സ് എന്ത് ചെയ്യുക, നേരെ എടുത്ത് എഴുതിയാൽ മതി. ചിലപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഓർഡർ തെറ്റിച്ചും തരാം കേട്ടോ. പാനി മൂട് വരാം, ഊർജ്ജ താഴെ വരാം, അങ്ങനെ ഓർഡർ തിരിച്ചും വരാം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ അടുത്ത് ജോഡിയും സഹി വാക്കിലേക്ക് എന്നായിരിക്കും ചിലപ്പോൾ വരുന്നത്. ശരിയായ വാക്യം കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഈ ഓർഡർ പഠിക്കുക. സൂര്യൻ എന്താ തരുന്നത് നമുക്ക്? സൂര്യൻ ഊർജ്ജയാണ്, പേട് ഇടുന്നത് ഫൂലാണ്, ബാധ ഇടുന്നത് പാനാണ്. ഇവിടെയും ഓൾറെഡി തിരിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് തിരിച്ചു തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നേരെ എടുത്തെഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് 3 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. പഹച്ചാൻ അവർ ലിഖേം. ഇതെന്താണെന്ന് നമ്മള് മനസ്സിലാക്കുക. ഇവരുടെ പേര് തന്നെ അല്ലേ, ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ. അപ്പോ ആദ്യത്തെ ആളെ അറിയാലോ, ആദ്യത്തെ ആള് സൂര്യനാണ്, രണ്ടാമത്തെ ആള് പേടാണ്, മൂന്നാമത്തെ ആള് ബാദൽ മേഘമാണ് അല്ലെ. ഓക്കെ, ജീവൻ കാ ആധാർ, ഇവൻ നമ്മുടെ ജീവിതത്തിന്റെ ആധാരമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നോക്കുക, സൂരജ് ജീവൻ കാ ആധാർ ഹേ, സൂര്യൻ ജീവന്റെ അടിസ്ഥാന ഘടകമാണ്. അതുതന്നെ പേട് ജീവൻ കാ ആധാർ ഹേ, പേടും നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ് അല്ലെ. ദെൻ പാനി ജീവൻ കാ ആധാർ, അതായത് ബാദലിന് ലഭിക്കുന്ന വെള്ളവും നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. അപ്പോൾ ഇതും ഒരു 3 മാർക്കിന് ചോദിക്കാവുന്ന, ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും കേട്ടോ. ഇതുപോലെ ഫോട്ടോ നിന്നിട്ട് ഇവ ആരാന്ന് കണ്ടെത്തിയിട്ട് ഇവിടെ എന്താണ് ഇവിടെ യൂസ്. അപ്പോൾ സൂര്യൻ എന്തിരുന്ന് എഴുതണം? ഊർജ. പേടാണെങ്കിലോ ഫൂലും എഴുതാം, ഫല്ലും എഴുതാം അല്ലെ. ദെൻ മേഘമാണെങ്കിൽ ബാദൽ എഴുതാം, ഛായയും എഴുതാം. ഓക്കെ, ദെൻ ഇവര് സൂരജ്, പേട്, ബാദൽ ഇവരെല്ലാം നമ്മുടെ ലോകത്തിന് എന്തെല്ലാം എങ്ങനെയെല്ലാമാണ് നമ്മളെ സ്നേഹിക്കുന്നത്. ദുനിയാക്കോ
കൈസെ പ്യാർ കർത്തെ, എങ്ങനെയാണ് ഇവര് സ്നേഹിക്കുന്നതാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതാനാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർ നോക്കാം അവരെങ്ങനെയൊക്കെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം സൂര്യൻ, അതാണ് നേരത്തെ പറഞ്ഞത്. ഹംകു ഊർജ ദേത്താ ഹെ, നമുക്ക് ഊർജം എനർജി നൽകുന്നു. ദെൻ ഹംകു റോഷ്നി ദേത്താ ഹെ, നമുക്ക് വെളിച്ചം ലൈറ്റ് വരുന്നുണ്ട് അല്ലെ. ഹംകു താപ് ദേത്താ ഹെ, നമുക്ക് ചൂട് അല്ലെ, ചൂട് നമുക്ക് സൂര്യൻ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ 3 യൂസ് പഠിച്ച എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്തത് പേട്, മരം. നമുക്ക് എങ്ങനെയൊക്കെയാണ് മരം നമ്മളെ സ്നേഹിക്കുന്നത് നോക്കാം. ഹംകു ഫൂൽ ദേത്താ ഹെ, നമുക്ക് ഫൂൽ തരുന്നു. ഹംകു ഫൽ ദേത്താ ഹെ, നമുക്ക് ഫലം തരുന്നു. ഹംകു ഛായ ദേത്താ ഹെ, നമുക്ക് നിഴലും തരുന്നു അല്ലെ. ഓക്കെ, ലാസ്റ്റ് വൺ ബാദൽ, ഹംകു പാനി ദേത്താ ഹെ, നമുക്ക് വെള്ളം തരുന്നു. ദെൻ താപമാൻ നിയന്ത്രണം കർത്തെ, താപനില നിയന്ത്രിക്കുന്നു. ദെൻ ശീതളത പ്രദാൻ കർത്തെ, നമുക്ക് തണുപ്പ് നൽകുന്നു. മക്കളെ വേണമെങ്കിൽ ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. ടോട്ടല് ഓരോന്നിനും ഓരോ മാർക്ക് വീതം വരാം കേട്ടോ. അപ്പോ ഓരോരുത്തർ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭൂമി അല്ലെങ്കിൽ നമ്മുടെ ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. പ്രകൃതി സംരക്ഷൺ വിഷയ പർ പോസ്റ്റർ തയ്യാറാക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഏറ്റവും കൂടുതൽ പറയുന്നത് പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചിട്ടാണ്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ കേട്ടോ. അപ്പൊ ഒരു പോസ്റ്റർ നമുക്ക് ഒരു സന്ദേശ ദേനവാല പോസ്റ്റർ നമുക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സന്ദേശ ദേനവാല പോസ്റ്റർ ആണെങ്കിൽ പ്രകൃതി സംരക്ഷണം വരും, പേട്ക സംരക്ഷണം വരും, ജൽ സംരക്ഷണം വരും കേട്ടോ. അപ്പോ ഒരു സന്ദേശം വരുന്ന പോസ്റ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഒരു കോട്സും വേണം. അത് തന്നെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ നിങ്ങൾ വരച്ചു വെക്കാം കേട്ടോ. അപ്പൊ സാർ ഒരു മോഡൽ ഇവിടെ കാണിച്ചു തരാം. യെസ്, അപ്പൊ പ്രകൃതി സംരക്ഷണം ആയതുകൊണ്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഫോട്ടോ സാറുടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ചെറിയൊരു കോട്ട് കേട്ടോ. പ്രകൃതി നഹിത്തോ ഹംബി നഹി. കഴിഞ്ഞില്ല, ഇതിനെ താഴെ വേണമെങ്കിൽ നിങ്ങൾ എഴുതാം നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും സ്കൂളിന്റെ പേരും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ അതും ശ്രദ്ധിക്കുക. അപ്പൊ പ്രകൃതി നഹിത്തോ ഹംബി നഹി, പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളും ഇല്ല. ഓക്കെ, ഒരു മോഡൽ കൂടി പോവാം. പ്രകൃതി സംരക്ഷൺ ഹമാര കർത്തവ്യ ഹേ. പ്രകൃതി സംരക്ഷണം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പ്രകൃതി സംരക്ഷിക്കുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ദെൻ ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ കവിതയുടെ ഓരോ ഭാഗം നിന്നിട്ട് സൂര്യന്റെയോ അല്ലെങ്കിൽ മേഘത്തിന്റെയോ പേടിന്റെയോ വേറെ പേര് തരും. എന്ത് ചെയ്യും? അതുമായി ബന്ധപ്പെട്ട ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എഴുതാൻ വരും. അപ്പോ പര്യായവാചി ശബ്ദമാണ്, പര്യായ ശബ്ദമാണ് കേട്ടോ. അപ്പൊ സൂര്യനെ വിളിക്കുന്ന ബാക്കിയുള്ള ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പേര് തന്നിട്ട് ഈ അർത്ഥം വരുന്ന വേർഡ് നമ്മുടെ കവിതയിൽ നിർത്തി വരും. അപ്പൊ സൂര്യനെ പറഞ്ഞ മറ്റുള്ള പേരുകൾ പറഞ്ഞുതരാം. ദിൻകർ, ദിവാകർ, ഭാനു, ഭാസ്കർ, ആക്, ആദിത്യ. ദെൻ പേടിന്റെ പേരുകൾ നോക്കാം. തരു, ആഗം, ഭാദബ്, വിഠബ്, ഘാജ്, ധരക് അല്ലെ. ഇത് നമ്മൾ കവിതയെ പഠിച്ചിട്ടുണ്ട് ധരക് ഒക്കെ. ബാദൽ നോക്കാം. മേഘ്, ഘൻ, ജലധർ, നീരദ്, സാരംഗ്, പയോദ്, പയോധർ കേട്ടോ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.